ഹലോ, ദിസ് ഈസ് എപ്പിസോഡ് 2 ഇൻ എക്സാം റീസെർച്ച് സീരീസ്. എന്നോട് കുറേ കുട്ടികൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് മറ്റേ മെത്തേഡ്സ് ടു സ്റ്റഡി എന്ന് പറഞ്ഞ വീഡിയോ എനിക്കെങ്ങനെ ഫുൾ A+ കിട്ടിയെന്നുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിനടിയിൽ ഞാൻ കണ്ട കുറച്ച് കമൻസാണ് ഈ ന്യൂസ് പ്രിൻ്റ് എന്താണെന്നുള്ള സംഭവം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ന്യൂസ് പ്രിൻ്റ് എന്ന് പറയുന്ന സംഭവം. കാണുന്നുണ്ടോ ന്യൂസ് പ്രിൻ്റ്? ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഫോറൻസിക് മെഡിസിനിൽ ഞാൻ എഴുതിയ നോട്ട്സാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ന്യൂസ് പ്രിൻ്റ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ചിലപ്പം കിലോ കണക്കിനായിരിക്കും ചില കടയിൽ കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ സാധാ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ന്യൂസ് പ്രിൻ്റ് പറഞ്ഞ സാധനം കിട്ടും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു റഫ് പേപ്പർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമ്മൾ സാധാരണ നോട്ട്ബുക്കൊക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് സ്ക്രിബിൾ ചെയ്യാനും കുറേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ന്യൂസ് പ്രിൻ്റ്. അപ്പോൾ ഈ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി വെക്കാം. ഇത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത് നമ്മളെ റിയൽ നോട്ട്സ് അല്ല, നോട്ട്സും ടെക്സ്റ്റ് ബുക്കൊക്കെ മുന്നിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ന്യൂസ് പ്രിൻറ്റ്. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഓരോ നോട്ട്സൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് ഓരോ പോയിൻ്റ് പോലെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതിനാണ് ന്യൂസ് പ്രിൻറ്റ് മെയിനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നത്. പിന്നെ മാത്സിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇപ്പം ചില ആൾക്കാർക്ക് മാത്സ് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടായിരുന്നു +2 സമയത്തൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. സർക്കിൾ വരയ്ക്കാം, അതിലോരോ ട്രിഗ്നോമെട്രി പ്രാക്ടീസ് ചെയ്യാം, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ അൽജിബ്ര എന്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ ന്യൂസ് പ്രിൻ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയില്ല, ഇതുവരെ നിങ്ങൾ ആരും ന്യൂസ് പ്രിൻ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ യൂസ് ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കുക. ഇത് കിലോ കണക്കിന് കിട്ടും, അത്ര വിലയൊന്നുമില്ല. ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് അതിൽ എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്സ് ആണെങ്കിൽ അതിൽ കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കണം. ഫിസിക്സ് ആണെങ്കിൽ അതിൽ കാൽക്കുലേഷൻ ചെയ്ത് പഠിക്കാൻ നോക്കണം. കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടാവും. പിന്നെ എക്സാമിന് പോകുന്നതിന് മുന്നേ നോട്ട്സ് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. ഇത് എൻ്റെ ഫോറൻസിക്കിൽ ഞാൻ അങ്ങനെ എഴുതി വെച്ചതാണ്, കണ്ടില്ലേ ഇവിടെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സാധനമാണ് ന്യൂസ് പ്രിൻ്റ്. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ ചില കുട്ടിയൊക്കെ അറിയാത്തത് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മുടെ എക്സാം റീസെർച്ച് സീരീസിലെ സെക്കൻഡ് കാര്യം എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ന്യൂസ് പ്രിൻ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോൾ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, പഠിക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് സൈഡിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ട് പഠിക്കുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എഫക്റ്റീവ് ആവും. നിങ്ങൾ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഒരു 6 മണിക്കൂർ നിങ്ങൾ എഫക്റ്റീവായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സമയം മതി. അപ്പോൾ നമ്മൾ എത്രത്തോളം ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ബ്രെയിനിന് ഹെൽപ്പ് ആവുക. നമ്മൾ കാര്യം പഠിക്കുമ്പോൾ അതിലേക്ക് എത്ര കോൺസെൻട്രേറ്റഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ബ്രെയിൻ നോക്കുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് സെക്കൻഡ് എപ്പിസോഡ്. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ കമൻസിൽ പറഞ്ഞാൽ മതി. ഇനിയും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും at 5 PM എവറി ഡേ. സോ സബ്സ്ക്രൈബ്.